വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. ഇന്ന് നമ്മുടെ ICDSന്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ എലിജിബിൾ ആയവര് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കോളാം. ഗസറ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 30/9/2024 ആണ്. 30/9/2024 വന്നതാണ്, അത് ഓർക്കണം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 30/10/2024 ആണ് ലാസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി കാറ്റഗറി നമ്പർ നോക്കുവോ, 340/2024 ആണ് കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞത്. ഇനി എന്താണ് നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ICDS സൂപ്പർവൈസർ അല്ലെ, സൂപ്പർവൈസർ ICDS. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കാം. 37+ എന്താണ് നമുക്ക് സ്കെയിൽ ഓഫ് പേ ഉണ്ട്. അതുപോലെ തന്നെ ഇത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം, ഇനി പറയാൻ പോകുന്നത് NCA നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ധീവര വിഭാഗമാണ്. നമുക്ക് ധീവരയിൽപ്പെട്ടവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരൊഴിവാണ് ഉള്ളത്. ഈ ഒരൊഴിവ് ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും പിന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമുക്ക് ചിലപ്പോൾ നമ്മളായിരിക്കും ആ ഒരു ഒഴിവില്, അല്ലെങ്കിൽ അത്രയും പേരിൽ നിന്ന് നമ്മൾ വിജയിച്ച് വരുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പിന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്ന ആ ഒരു അവസരങ്ങൾ, മികച്ച അവസരങ്ങൾ പാഴായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒട്ടും വൈകാതെ ക്വാളിഫയിങ് ആയിട്ടുള്ള ആളുകൾ അപ്ലൈ ചെയ്യാം. ഇനി ഇതിന്റെ ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അതായത് നമുക്കറിയാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 50 വയസ്സ് വരെ നമുക്ക് എന്താണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 50 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് വിമൺ ആയിരിക്കണം. വിമണിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, അത് ഓർക്കണം. അതുപോലെ തന്നെ എനി ഗ്രാജുവേഷൻ, അതായത് ഏതെങ്കിലും വിഷയത്തിലെ ഗ്രാജുവേഷൻ ഉള്ളവർക്കും, അത് കൂടാതെ എന്താണ് നോട്ട് ലെസ് ദാൻ 10 years എക്സ്പീരിയൻസ് ആസ് അംഗനവാടി വർക്കർ. അതായത് അംഗനവാടി വർക്കർ ആയിട്ട് 10 വർഷത്തിൽ കുറയാത്ത ഏതാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് എടുത്തതായിരിക്കണം? അതായത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ പ്രൂവ് ചെയ്തിട്ടുള്ള എന്തായിരിക്കണം? ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അത് ആ ഒരു നമ്മുടെ ആ ഒരു PSC വിളിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഇത് കമ്മീഷന് മുന്നാകെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഹാജരാക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡലൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെയിം ഓഫ് കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ നെയിം ഓഫ് പോസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് നെയിം ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എന്താണ്, ടോട്ടൽ പീരീഡ്, ഡ്യൂറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ആ ഒരു, അല്ലെങ്കിൽ നമ്മൾ എലിജിബിൾ ആണ്, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ഇതിനനുസരിച്ച് ഇത് ക്വാളിഫയിങ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഓർക്കുക ധീവരയാണ്, അത് ക്വാളിഫയിങ് ആയിട്ടുള്ളവരെ ഇനി ഡിഗ്രി, അതുപോലെ തന്നെ 10 വർഷത്തെ അംഗനവാടി വർക്കറായിട്ടുള്ള പരിചയം, ഇത്രയും ഉള്ളവർക്ക് മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ICDS എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ വേക്കൻസി ഉള്ളൂ എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. ICDS എന്താണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് NCA ആയിട്ടായാലും, അതുപോലെ തന്നെ റീസെന്റ് നമുക്കൊരു ICDS സൂപ്പർവൈസറിന്റെ 10th ലെവലിന്റെ വിളിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകണം. ഇമ്പോർട്ടന്റ് ആണ്. അതായത് എലിജിബിൾ ആയിട്ടുള്ളവർ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ സിലബസ് നോക്കിക്കോളാം. അപ്പൊ സിലബസ് നമുക്ക് പ്രീവിയസ് സിലബസ് ആണ്. ഇതിൽ ചിലപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് വരാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒത്തിരി ചേഞ്ചസുകളൊന്നും നമുക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നോക്കിക്കോളുക. ഫസ്റ്റ് വരുന്ന എന്താണ്? ഫസ്റ്റ് പാർട്ടാണ് പൊതുവിജ്ഞാനമാണ് വരുന്നത്. പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ചരിത്രം വരുന്നുണ്ട്. ചരിത്രം, അവിടെ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം, അതുപോലെ തന്നെ യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ, ഇതൊക്കെയാണ് നമ്മൾ അവിടെ ആ ഒരു പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ റോഡ് ഗതാഗതം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം ആ ഒരു ചരിത്രം എന്തൊക്കെയാണ്, കേരളത്തിന്റെ ചരിത്രം, ഇന്ത്യയിലെ ചരിത്രം, അതുപോലെ തന്നെ വേൾഡ് ചരിത്രം വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് പഠിക്കുമ്പോൾ റെവല്യൂഷൻസുകളാണ് പഠിക്കേണ്ടത്. അതായത് ചൈനീസ് റെവല്യൂഷൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻസ്, അതുപോലെ തന്നെ അമേരിക്കൻ റെവല്യൂഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ആ ചരിത്രം വേൾഡ് ഹിസ്റ്ററിയിലടക്കം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ചരിത്രം എന്ന് പറഞ്ഞാൽ 4 മാർക്കിന്റെയാണ്. ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? കേരള ചരിത്രം, അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രം, അതുപോലെ തന്നെ ലോക ചരിത്രം, ഈ 3മാണ് പഠിക്കേണ്ടത്. ഇവിടെയും നമ്മൾ എന്താണ്, റെയിൽ ഗതാഗതം എന്തൊക്കെയാണ്, അവിടെ വരുന്ന പുതിയ അപ്ഡേഷൻസുകൾ എന്തൊക്കെയാണ് മാറ്റം വന്നത്, ആ ഒരു ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ എന്താണ്, നമ്മൾ ഭൂമിയുടെ ഘടന അടക്കം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം അത് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഭൂമിയുടെ ഘടന, അതുപോലെ തന്നെ കാലാവസ്ഥ, അതുപോലെ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഭൂമിശാസ്ത്രം എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഉപദ്വീപീയ പീഠഭൂമി, അതുപോലെ തന്നെ
ഉത്തര മഹാസമതലം, അതുപോലെ തന്നെ ഹിമാലയം, ഇതൊക്കെ നമ്മൾ ആ ഒരു ഏരിയയിൽ പഠിച്ചു പോകുന്നുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്, കാറ്റ്, അതുപോലെ തന്നെ ഓഷ്യൻസ്, ഇത് ഓഷ്യൻ കറൻസുകൾ, ഇതൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അതും എന്താണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, എക്കണോമിക്സ് ആണ്, ധനതത്വശാസ്ത്രം. ഇവിടെയും നമ്മൾ എന്താണ് എക്കണോമിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതെന്താണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന, പൊളിറ്റിക്കൽ സയൻസ് ആണ് അവിടെ വരുന്നത്. പൊളിറ്റിക്കൽ സയൻസ് അവിടെ എന്താണ് 4, അവിടെ നമ്മൾ മൗലിക കർത്തവ്യങ്ങൾ, മൗലിക കടമകൾ, ഇതൊക്കെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന എന്തൊക്കെയാണ്, ഡെമോക്രസി എന്താണ് എന്നൊക്കെ അടക്കം നമ്മളവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് കേരളം, ഭരണവും ഭരണ സംവിധാനവും. കേരളത്തിലെ ഭരണം എങ്ങനെയാണ്, ഭരണ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നടക്കം നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അത് എത്ര മാർക്കിന്റെയാണ്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് കലാ, കായികം, സാഹിത്യം, സംസ്കാരം. അതാണ് അവിടെ വരുന്നത്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം. അതായത് കലാരംഗത്ത് വരുന്ന ആ ഒരു കേരളത്തിലായാലും ഇന്ത്യയിലായാലും കലാരംഗത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, കലാ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, സാഹിത്യത്തിലും കായിക രംഗത്ത് വരുന്നത്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഗെയിംസുകൾ എന്തൊക്കെയാണ്, സാഹിത്യത്തിലെ പുതിയ പുതിയ സാഹിത്യ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്, അത് സാഹിത്യ പുരസ്കാരം വാങ്ങിച്ച ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് റീസണൽ ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് മോഡലായിട്ടുള്ള ആ ഒരു ടോപ്പിക്സുകൾ നമ്മൾ ഇവിടെ പഠിക്കും. ഇതെന്താണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ. ഇവിടെ എന്താണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സൈബർ ക്രൈംസുകൾ എന്തൊക്കെയാണ്, അതിനെതിരെ കൊണ്ടുവന്ന ആക്ടുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മളവിടെ പഠിക്കും. അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലും ഇന്ത്യയിലും വേൾഡിലൊക്കെ വന്ന എന്താണ് നിയമങ്ങൾ, സുപ്രധാനമായിട്ടുള്ള നിയമങ്ങൾ എന്താണ് എന്ന് പഠിക്കുന്നുണ്ട്. അത് എത്ര മാർക്കിന്റെയാണ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഏത്, ആനുകാലിക വിഷയങ്ങൾ, കറന്റ് അഫയേഴ്സ് ആണ് വരുന്നത്. കറന്റ് അഫയേഴ്സ് എന്താണ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കറന്റ് അഫയേഴ്സ് വരുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ എന്താണ് ഈ കറന്റ് അഫയേഴ്സിന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ 2023 തൊട്ടുള്ള ആ ഒരു കറന്റ് അഫയേഴ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കാം. നമ്മൾ എന്താണ് ന്യൂസ് പേപ്പറുകളായിട്ടും അതുപോലെ തന്നെ എന്താണ് ചാനലുകളൊക്കെ ആയിട്ടും പഠിക്കുകയാണെങ്കിൽ, കണ്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കറന്റ് അഫയേഴ്സ് നല്ല രീതിയിൽ കയറി പോകാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രീ പ്രൈമറി അധ്യാപനം, അതെന്താണ് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. ഈ പ്രീ പ്രൈമറി അധ്യാപനം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് പഠിക്കണം, കുറച്ച് സൈക്കോളജി ലെവലുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ ഫിലോസഫി ഒക്കെ വന്നു പോകുന്നുണ്ട്. ICDS ആയതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അവരുടെ ബുദ്ധി എങ്ങനെയാണ്, ഇന്റലിജൻസ് എങ്ങനെയാണ്, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അതുപോലെ തന്നെ പ്രീ പ്രൈമറി അധ്യാപനത്തിൽ കൊണ്ടുവന്നേക്കുന്ന സിലബസ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നടക്കം നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, പഞ്ചായത്ത് രാജ്, പൊതുജന ആരോഗ്യം, ക്ഷേമ സുരക്ഷാ പദ്ധതികൾ. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അവിടെ ക്ഷേമ സുരക്ഷാ പദ്ധതികൾ, അതായത് ഇന്ത്യയിലും അതുപോലെ തന്നെ എന്താ നമ്മുടെ കേരളത്തിലും ഒരുപാട് ക്ഷേമ സുരക്ഷാ പദ്ധതികളൊക്കെ വരുന്നുണ്ട് അല്ലെ. അതായത് എന്താണ് ശരണ്യ, അതുപോലെ തന്നെ ആയുർ കേരള എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്താണ് ഒരുപാട് ഒരു ക്ഷേമ സുരക്ഷാ പദ്ധതികളൊക്കെ വരുന്നുണ്ട്. അതെന്തൊക്കെയാണ്, എന്നാണ് സ്റ്റാർട്ട് ചെയ്ത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ആ ഒരു സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണ് എന്നാണ് പഠിക്കുന്നത്. അങ്ങനെ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമുക്ക് ഇത് എപ്പോഴും കിട്ടുന്ന അല്ലെങ്കിൽ ഒരു അവസരമല്ല. നമുക്ക് എന്താണ് ഇതൊരു നോട്ടിഫിക്കേഷൻ, ആ ഒരു ക്വാളിഫയിങ് ആയവർക്ക് മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ICDSന്റെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. അപ്പോൾ ജോയിൻ ചെയ്യുക. നമുക്ക് എക്സാം ഡേറ്റ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, ഒരു 6 അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 8 മാസത്തിനുള്ളിൽ PSC ഇപ്പോൾ എല്ലാ എക്സാംസുകളും നടക്കുന്നുണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, ഒത്തിരി പഠിക്കാനുണ്ട്. കേരളത്തിൽ നിന്നായാലും കേരള ചരിത്രമായാലും അതുപോലെ തന്നെ കലാസാഹിത്യമായാലും കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയാലും നമുക്ക് ഒത്തിരി പഠിക്കാനുള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ തന്നെ പഠിച്ചു പോകുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ എല്ലാവരും മടിക്കേണ്ട, ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, നമുക്ക് ഒരു ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, അതുപോലെ PDF നോട്ട്സ് ഉണ്ട്. വീക്കിലി നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്ന ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത്. ഈ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ട് വീക്കിലി നിങ്ങൾക്ക് ആ ഒരു ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാംസുകൾ ഉണ്ടാകും. അങ്ങനെ നമ്മൾ സിലബസ് ഫുള്ളി കവർ ചെയ്ത് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ എക്സാമൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങളുടെ ഒരു ഈ എക്സാം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾ 1, 2, 3 വട്ടം റിവിഷനൊക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ ഒത്തിരി മോഡൽ എക്സാംസുകളൊക്കെ എഴുതി പരിചയം വന്നിട്ടാണ് നമ്മൾ ആ ഒരു എക്സാമിന് പോകുന്നത്. അപ്പോൾ എല്ലാവരും മടിക്കേണ്ട, പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പും ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. മസ്റ്റായിട്ടും ഈ നോട്ടിഫിക്കേഷൻ ക്വാളിഫൈ ആയെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ സിലബസ് കണ്ടു. ഇനി നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി നമുക്ക് ICDS സൂപ്പർവൈസറിന്റെ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുക. അതായത് ICDS സൂപ്പർവൈസർ ആ ഒരു നോട്ടിഫിക്കേഷൻ ഇതിന് മുന്നേ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ കാറ്റഗറി നമ്പറൊക്കെ അറിയാം. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് 340/2024. അതുപോലെ തന്നെ ധീവര NCA ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ടും ക്വാളിഫൈ ആയവർ, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വെച്ചിട്ടായാലും അതുപോലെ തന്നെ ആ ഒരു കാസ്റ്റ് വെച്ചിട്ടായാലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടായാലും നിങ്ങൾ ക്വാളിഫൈ ആയവർ മസ്റ്റായിട്ടും നിങ്ങളുടെ ആ ഒരു ചാൻസസുകൾ മിസ് ചെയ്യരുത്. നിങ്ങൾ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു കോഴ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് എന്താണ് ആ ഒരു റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ വിത്ത് PDF നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് വഴിയാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്ററിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഏരിയാസുകൾ ഏതൊക്കെ കവർ ചെയ്ത് പോകണം, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോഡൽ എക്സാംസ് നമുക്ക് എന്താണ് മസ്റ്റായിട്ട് നമുക്ക് ചെയ്തു പോകേണ്ട ഒരു ഏരിയ ആണ് മോഡൽ എക്സാംസ്. അപ്പോൾ വിത്ത് മോഡൽ എക്സാംസുകൾ അടക്കമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ PSC എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ ഔട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും വിത്തിൻ 6 or 8 മന്തിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സാംസുകൾ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇതിന് മുന്നത്തെ ICDS എക്സാംസ്, ഡിഗ്രി ലെവൽ എക്സാംസ് ആയാലും അതുപോലെ തന്നെ മറ്റ് പ്രീ പ്രൈമറി എക്സാംസുകളൊക്കെ ആയാലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളുടെ ആ ഒരു ഓൺ ടൈം ആണ്, നിങ്ങൾക്ക് ആ ഒരു ജോയിൻ ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിച്ച് ആ ഒരു സിലബസ് കവർ ചെയ്ത് നമുക്ക് ആ ഒരു 6 month 8 month കൊണ്ട് നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് മോഡൽ എക്സാം ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഓൺ ടൈമാണ്, ക്വാളിഫൈങ് ആയവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് കൂടിയുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ജോയിൻ ചെയ്യാൻ, അതിലും ജോയിൻ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 8589083568 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി പറയാണ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്